ഹായ്, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ പ്ലെയിൻ ബിരിയാണി അഥവാ കുസ്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റൈസാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു പിടി പുതിനയില എന്നിവ എടുത്തിട്ട് നമുക്കതിനെ അരച്ചെടുക്കാം. നോർമലായിട്ട് ഈ കുസ്ക ഉണ്ടാക്കുന്നത് ബസുമതി റൈസിലാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊന്നി അരിയാണ്. പൊന്നി അരി വെച്ചിട്ടാണ് ഞാനിവിടെ കുസ്ക ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി കഴുകി നമുക്ക് വാര വയ്ക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റൈസാണിത്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് നെയ്യിട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, നമ്മളെ വഴണയില, അതായത് ബേലീഫ് എന്ന് പറയുന്ന വഴണയില, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം. വലിയൊരു സവോളയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി സോട്ടായി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഇതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് വഴണ്ട് വരണം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച പുതിനയില മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെ നമ്മൾ സോട്ട് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മളെ തക്കാളിക്ക് ഒന്ന് വഴണ്ട് വരണം. അതേപോലെ തന്നെ ഈ ഗ്രീൻ കളർ മാറിയിട്ട് ഒരു യെല്ലോയിഷ് കളർ, അതായത് ഒരു മഞ്ഞ കളറായിട്ട് വരണം നമ്മളെ ഈ ഗ്രേവി. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം, വലിയ ടേബിൾ സ്പൂണോളം തൈര് ചേർക്കണം. തൈരൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമുക്ക് നമ്മുടെ റൈസ് ഇടേണ്ടത്. റൈസ് ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. അപ്പം നമുക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബസുമതി റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പൊന്നി അരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ റൈസ് പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം പുതിനയില അതിൻ്റെ മേലോട്ടൊന്ന് തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വയ്ക്കാം. കുക്കറിൽ ജസ്റ്റ് നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1 വിസിലാണ് വെച്ചിരിക്കുന്നത്. 1 വിസിലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഫുൾ പ്രഷർ പോയതിൻ്റെ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ കുക്കർ. അപ്പോൾ അതിലിരുന്നിട്ട് തന്നെ കുറച്ച് വേവ് വരും. അപ്പം നമ്മളെ കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റൈസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.